മികവിലേക്ക് മാറ്റുവാൻ മറ്റു മാധ്യമങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്ത നിങ്ങളുടെ സ്വന്തം ജ്ഞാനായ പത്രം. ജ്ഞാനായ സമുദായത്തിലെ മാധ്യമങ്ങൾക്ക് പുനർവിചിന്തനത്തിന് വഴിയൊരുക്കുകയും തത്സമയ സംപ്രേഷണം HD മികവിലേക്ക് മാറ്റുവാൻ മറ്റു മാധ്യമങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്ത നിങ്ങളുടെ സ്വന്തം ജ്ഞാനായ പത്രം. ജ്ഞാനായ സമുദായത്തിലെ മാധ്യമങ്ങൾക്ക് പുനർവിചിന്തനത്തിന് വഴിയൊരുക്കുകയും തത്സമയ സംപ്രേഷണം HD മികവിലേക്ക് മാറ്റുവാൻ മറ്റു മാധ്യമങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്ത നിങ്ങളുടെ സ്വന്തം ജ്ഞാനായ പത്രം. നമസ്കാരം. ഇന്നത്തെ ജ്ഞാനായ പത്രത്തിൻ്റെ ലൈവ് ഡിസ്കഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മെയിൻ വിഷയം എന്ന് പറയുന്നത് കോട്ടയം രൂപതയിൽ നിന്നുള്ള മാർ മാത്യു മൂലക്കാടും നമ്മുടെ KCC പ്രസിഡന്റ് സെക്രട്ടറി ബേബി, അതുപോലെ KCBL പ്രസിഡന്റ്, KCCയുടെ രൂപത ചാപ്റ്റൻ മൈക്കിൾ വെട്ടിക്കാട്ട് എന്നിവരടക്കം നമ്മുടെ സീറോ മലബാറിൻ്റെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, സിനഡിൻ്റെ സെക്രട്ടറി മാർ ജോസഫ് പമ്പ്ലാനി പിതാവ് ഇവരടക്കം റോമിൽ പോയി ഒരു ലോകമെമ്പാടുമുള്ള ജ്ഞാനാക്കാരുടെ ഒപ്പുശേഖരണം നടത്തി ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. അതിൻ്റെ ഫോട്ടോയും വീഡിയോകളെല്ലാം ഓഡിയോ നമ്മളെല്ലാം കണ്ടു 2 ആഴ്ച മുമ്പ്. അതിനെപ്പറ്റി ഒരു ഡിസ്കഷനാണ് നമ്മളിന്ന് മെയിനായിട്ട് നടത്തുന്നത്. കാരണം ബേസിക്കലി അതൊരു നമ്മളെ ജ്ഞാനാക്കാരെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ടാണ് പലരും അതിനെ വിമർശിക്കുന്നത്. അതിനെപ്പറ്റിയുള്ളൊരു യാഥാർത്ഥ്യത്തെപ്പറ്റി നമുക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഡിസ്കഷൻ പ്രോഗ്രാം ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് സിബി കണ്ടത്തിൽ. സിബി UKCCയുടെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ മാത്രമല്ല ഇതിനു മുൻപ് 2018 മൂലക്കാട് പിതാവും അങ്ങാടിത്തെ പിതാവും കൂടി റോമിൽ പോയി ഇതേപോലത്തെ ഒരു പ്രക്രിയ അല്ലെങ്കിൽ അപേക്ഷയ്ക്കുമായിട്ട് ചെന്ന് അവരോട് കൂടിക്കാഴ്ച പങ്കെടുത്തിരുന്ന ഡോക്ടർ സ്റ്റീഫൻ പോട്ടൂരാണ് നമ്മുടെ കൂടെ. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ കൂടെയുള്ള ഇന്നത്തെ ഗസ്റ്റുകൾ. നമുക്ക് ആദ്യം സിബി കണ്ടത്തിലിനോട് തന്നെ നമുക്ക് ചോദിക്കാം. UKCCയുടെ പ്രസിഡന്റ് സിബി. ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പോൾ നമ്മളെല്ലാം കണ്ടിരിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എല്ലാം നമ്മൾ ഒരു മെസ്സേജ് കണ്ടു. നമ്മൾ റോമിൽ പോയിരിക്കുന്ന ഒരു പ്രതിനിധി സംഘം അവിടുത്തെ ഓറിയൻ്റൽ കോൺഗ്രേഷനുമായിട്ട് മീറ്റ് ചെയ്തിരിക്കുന്നു, ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. അതിനെപ്പറ്റിയുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള KCCയുടെ സെക്രട്ടറി എനിക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നായിരുന്നു. അത് ഞാനിപ്പോൾ വായിക്കുന്നതാണ്. അത് ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ അവർ ചെയ്തിരിക്കുന്നത് ഒഫീഷ്യലായിട്ട് ആരെ കളിപ്പിക്കാൻ വേണ്ടിയല്ല, ഇത് റിയലായിട്ടുള്ളൊരു അപേക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ജ്ഞാനാക്കാരുടെ നിന്ന് ഒപ്പുശേഖരണം നടത്തി അവർ ഒഫീഷ്യലായിട്ട് നമുക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു സിബിയുടെയിലും എൻ്റെ കോപ്പിയുണ്ട് എന്താണ് ആ അപേക്ഷ എന്ന്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് പോകാം, ആ ഡിസ്കഷനിലേക്ക് പോകാം. സിബിക്ക് അതൊന്ന് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ആദ്യമായിട്ട് ജ്ഞാനായ പത്രം ഇങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് വരുവാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഒരു പ്രവാസി എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു സാധാരണ ജ്ഞാനായക്കാരൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു മീഡിയയിലൂടെ തുറന്ന് പറയാൻ വേണ്ടി ഒരു വേദി ഒരുക്കിയതിന് ജ്ഞാനായ പത്രത്തിനോട് പ്രത്യേകം നന്ദി പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ആ ലെറ്ററിന്റെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ലെറ്റർ വായിക്കാനാണെങ്കിൽ തോമസ് കുറെ ഉണ്ട്, അത് മുഴുവൻ വായിക്കണോ? ഷോർട്ടായിട്ട് വായിച്ചാൽ മതി. ഷോർട്ടായിട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ അതാണോ അവരവിടെ കൊടുത്തിരിക്കണതെന്ന് എനിക്ക് അറിയത്തില്ല. അത് ഇങ്ങനെ ഉള്ള ഒരു ലെറ്റർ അവർ ഞങ്ങൾക്ക് തന്നിരുന്നു UKKCAക്ക്. ഓക്കെ,
അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇത് 3 പേജിന്റെ ആണ് ഞങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് തന്നെയാണോ അവർ അവിടെ കൊടുത്തിരിക്കണേ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അത് തന്നെയാണല്ലോ ഇന്നത്തെ ചർച്ചയുടെ വിഷയം, അത് തന്നെയാണല്ലോ. അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എല്ലാവർക്കും ആ ഒരു കാര്യത്തിനകത്ത് ഡൗട്ടുണ്ട്, സംശയമുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ പേപ്പർ തന്നെയാണോ അവര് ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെ അവിടെ കൊടുത്തിരിക്കണേന്ന് നമുക്കറിയത്തില്ല. അവിടെ സമർപ്പിച്ചിരിക്കുന്നതും നമ്മളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിരിക്കുന്ന രണ്ടും സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതാണ് പറയാൻ ഉദ്ദേശിക്കണേ. അതോടൊപ്പം തന്നെ ഒപ്പുശേഖരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമായ ഒരു കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ കോട്ടയം രൂപത അധ്യക്ഷന് ക്നാനായക്കാരുടെ മേൽ എല്ലായിടത്തും അധികാരം കിട്ടണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും അത് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഉറച്ച് തന്നെ നിൽക്കും. അപ്പോൾ ഒപ്പിടാനായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷെ അതിനകത്ത് കുറച്ച് പേര് ഒപ്പിട്ടു, കുറച്ച് പേര് ഒപ്പിട്ടില്ല. അപ്പോൾ ഒപ്പിട്ടവർ മാത്രമാണ് സമുദായത്തോട് സ്നേഹമുള്ളവർ, ഒപ്പിടാത്തവർ താല്പര്യം ഇല്ലാത്തവരാണ്. അങ്ങനെയുള്ള ആ ഒരു മനോഭാവമായിട്ട് നിൽക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതുപോലെ തന്നെ ഇതിനു മുൻപ് പല പ്രാവശ്യം 2-3 പ്രാവശ്യം ഇങ്ങനെയുള്ള ഒപ്പുശേഖരണം നടത്തുകയും ഓറിയന്റൽ കോൺഗ്രിഗേഷൻ അയച്ചു കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ ഇങ്ങനെ ഒരു ഒപ്പുശേഖരണമായിട്ട് വന്നു. പക്ഷേ അത് എല്ലാ സ്ഥലങ്ങളിലും അത് ഒപ്പ് വേണ്ട രീതിയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനകത്തും എനിക്ക് ഡൗട്ടുണ്ട്. അത് എത്രമാത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു, എത്രമാത്രം എത്തി എന്നുള്ള കാര്യത്തിൽ വളരെയധികം എല്ലാവരെയും പോലെ തന്നെ എനിക്കും ആശങ്കയുണ്ട് ആ കാര്യത്തിനകത്ത്. നമുക്ക് ഇതിനെപ്പറ്റി ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ പറ്റി ഡോക്ടർ പോട്ടൂരിന്റെ അഭിപ്രായം ആരായാം? ഡോക്ടർ പോട്ടൂർ. So first and foremost, thank you for inviting both of us for this discussion, and it is good to see Mr. Kandathil. And with regards to the actual petition, as Mr. Kandathil pointed out, Mr. Siby Kandathil pointed out, we don't know if the document that was circulated in the UK, in the US, and other places was the same as that they had submitted at the Vatican. The document that Mr. Siby Kandathil had shown earlier here, there's both an English and a Malayalam version. And in addition, there was also a document from the then Vicar General of UK Canaanites, Knanaya Catholic region, I should say, encouraging people to sign. So none of us here have seen the original document that was submitted. I'm of the opinion that the original document should not be released. And I've tried to articulate that to the best of my ability. Two things come to my mind. The first thing is way back in 2014 here in the US, His Excellency Mar Angadia, the then Bishop of the Syro-Malabar diocese here in the US, published a letter, or you could call that as a memo, informing people as to the membership criteria here in the US for the Knanaya Catholic parishes. Promptly, Knanaya Association of North America, which has a policy that essentially is once a Kana is always a Kana, meaning if you marry somebody from outside, meaning an exogamous marriage, you're still considered as a Canaanite. And so they promptly, I think it was within a 6-month period of time, they got a canon lawyer and put together a well-written petition, sent it to the Holy See, and then as a result of that, the Mulhal Commission was established. It was a one-man commission. But there were challenges. And we all know what happened, with the letters of December 2020, 2017, and the March of 2018. And then another incident was the one in November of 2019. And this was where there was, communication sent to some Canaanites here in the US, and this was sent by the Holy See, asking for feedback about certain priests. I was happy to see
at least 2 of these letters for the individuals that did receive them. And then a few of the members here in the PU Knanayites made that public. They didn't publish the letter, but they made it public. As soon as that was made public, Kana immediately sent a letter to the Holy See and also sent letters to the U.S. Catholic Bishops' Conference, to all the Malabar bishops, to the major Archbishop, Cardinal Alanjeri. George Alanjeri, and to Mar Mulakad. As a result of all this, Rome stopped the entire process of appointing an auxiliary bishop here in the US. So just 2 recent examples. So if we are doing something, I've always believed it should be done in a confidential manner. However, key people or key committee members like the various presidents of the KCC, so that they can be brought into confidence. Now, is it a good thing? I do think it's a good thing, but the key challenge that we are going to have is we still have the 1986 rescript that is a stumbling block. And this is the same justification that was used by Kana in 2019 in their December letter, saying, wait a minute, there is already a 1986 rescript that clearly states what the membership criteria should be. And unless that can be adhered to, the extension or the, not the extension, but at that time, the appointment of the planned appointment of Knanaya auxiliary bishop should not take place. So, certain things we need to do it in confidentially. And I understand there is a need for the public to know, but key members of the public could be shown this letter, but I don't think things should be published in the open. That's just my humble thoughts. Yeah. അതിനകത്ത് എനിക്ക് പോട്ടൂർ പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുള്ളത് ഞാൻ പറഞ്ഞോട്ടെ. അതായത് നമ്മൾ ഇതൊരു മാസ് ക്യാമ്പയിൻ നടത്തി പബ്ലിക്കിൻ്റെ ഇന്ന് ഒപ്പുശേഖരണം നടത്തിയതാണ്. ആ ഒപ്പുശേഖരണം നടത്തിയപ്പോൾ മെമ്പറായ ഒപ്പിട്ട ആൾക്ക് അറിയാനുള്ള ബാധ്യതയുണ്ട് അതിനകത്ത് എന്താണ് കണ്ടന്റ് എഴുതിയിരിക്കണേന്ന്. അത് യഥാർത്ഥത്തിൽ അത് നമ്മുടെ സമുദായ അംഗങ്ങളോട് ചെയ്തിരിക്കുന്ന ഒരു വലിയ തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും. ഇപ്പൊ മിസ്റ്റർ പോട്ടൂർ പറഞ്ഞിരിക്കുന്നത് പോലെ അത് കോൺഫിഡൻഷ്യൽ ആണ് എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അത് കോൺഫിഡൻഷ്യൽ അല്ല. കാരണം അത് ഓറിയന്റൽ കോൺഗ്രിഗേഷനിൽ ചെല്ലുമെന്നോ കാനാക്കാർ കാണുമെന്നോ അങ്ങനെ പറയുന്നതിനകത്ത് യാതൊരു, ഇത് കാനാക്കാര് റെസ്ക്രിപ്റ്റഡായി പോയി എന്ന് പറയുന്നത് വെറും അൽമായരാണ്. മാർക്കെട്ടിയ ജ്ഞാനായത് മാർക്കെട്ടിയ അൽമായരാണ് അവിടെ ചെന്ന് കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറയണത്. പക്ഷെ ഇത് ഇവിടുന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിരിക്കുന്ന ആരാണ്? നമ്മുടെ സീറോ മലബാർ സെനഡിന്റെ അംഗീകാരത്തോടു കൂടി ബിഷപ്പുമാരാണ് പോയിരിക്കണമെന്ന് പറയുന്നത്. അപ്പോ ഓറിയന്റൽ കോൺഗ്രിഗേഷനിൽ അൽമായർക്കാണോ അവിടെ പ്രാതിനിധ്യം കൂടുതലും ഇമ്പോർട്ടൻസ് കൂടുതലും വരുന്നത്, അതോ ബിഷപ്പുമാർക്കാണോ? അതോടൊപ്പം തന്നെ ഇവിടെ വലിയൊരു ക്വസ്റ്റ്യൻ നിൽക്കുന്നത്, നമ്മുടെ ഈ ഒപ്പുശേഖരണത്തിനകത്ത് നമ്മളുടെ ബിഷപ്പുമാര് അതിനകത്ത് മുൻകൈ എടുത്തിട്ടുണ്ടോ? ഈ ദൗത്യത്തിനകത്ത് അവർ ഒപ്പിട്ടിട്ടുണ്ടോ? നമ്മുടെ സന്യസ്തർ ഒപ്പിട്ടിട്ടുണ്ടോ? നമ്മുടെ ഇടവകയിലെ എത്ര ഇടവകയിലിന് എത്ര പേര് ഒപ്പിട്ടിട്ടുണ്ട്? അതുപോലെ തന്നെ അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എയറിൽ നിൽക്കുവാണ്. അപ്പം ഇത് സാധാരണക്കാരനായ ആൾക്കാർക്ക് ഇതൊരു കളിപ്പീരായിട്ട് തന്നെ ഇതിനെ ചിത്രീകരിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ റെസ്ക്രിപ്റ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ റെസ്ക്രിപ്റ്റ് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് മാറ്റിയെടുക്കണം. അത് സിനഡിന്റെ അംഗീകാരത്തോടു കൂടി അത് മാറ്റിയെടുക്കുക തന്നെ ചെയ്യണം. അല്ലാതെ നമുക്ക് എന്ന് ഒരു തടസ്സമായിട്ട് നിൽക്കുവാണ് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ പ്രയത്നിക്കുന്നുണ്ട് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അതല്ല നമുക്ക് വേണ്ടത്. വി നീഡ് എ റിസൾട്ട്. ഇത്രയും കാലം നമ്മൾ നോക്കിയിരുന്നു, ഇനി നമുക്ക് അങ്ങനെ നോക്കി നിൽക്കാനായിട്ട് എത്ര നാൾ നമ്മൾ നോക്കിയിരിക്കും? അങ്ങനെയല്ലോ വേണ്ടത്. അതുപോലെ തന്നെ ഈ ഒപ്പുശേഖരണം എല്ലാവരെയും കൂടെ കൂട്ടി ഒപ്പുശേഖരിക്കാൻ വേണ്ടി ആൾക്കാരെ ജെന്യൂൻ ആയിട്ട് അവരെ സ്വീകാര്യതയാക്കി എടുക്കണമായിരുന്നു. അപ്പൊ ഇത് മൊത്തത്തിൽ കൺഫ്യൂഷനിലാണ് ആൾക്കാർ നിൽക്കുന്നത്. വിശ്വാസത്തിൽ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. And so if I may respond to that, concerns, and those are great points. So the first thing, it was important that the public be notified that yes, a signature campaign is being initiated. Why? Because
when you go to Rome and you're submitting a document or a petition, it can be demonstrated that there is an overwhelming support from the diaspora. And so, how do you demonstrate that? Through those signatures. So, I do not think there is a problem in making people aware that, hey, we are going for a signature campaign, because you need their signatures to demonstrate to Rome that, yes, people from all over the world. അതാണ് മിസ്റ്റർ പോട്ടൂർ. അതായത് നമ്മുടെ ഇടവകകളിലും നമ്മുടെ ഓരോ പാരീഷുകളിലും ആൾക്കാരെ അവയർനെസ് ചെയ്യണമായിരുന്നു. ഇതൊരു സസ്പീഷ്യസ് ആക്കി വെക്കരുതായിരുന്നു. അപ്പോൾ ഇടവകയിലുള്ള വികാരിമാരും വൈദികരും KCC നേതൃത്വവും തമ്മിൽ ഒരു വിടവുണ്ടായി നിൽക്കുകയാണ്. ആ വിടവ് ഉണ്ടാക്കരുതായിരുന്നു. ഒരു വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണമായിരുന്നു ഇത് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇങ്ങനെ ഒരു സംശയ ദൃഷ്ടിയോടുകൂടി ആരും നോക്കത്തില്ലായിരുന്നു. Yeah, I mean, I fully agree with you. There should have been a much better groundwork that should have been done and bring people into confidence. I think part of the challenge here is, should the actual letter be released? And as I pointed out earlier, I'm of the opinion, and I respect your opinion. I may not agree with it, and I don't actually agree with it, but I'm of the opinion it should not be, released. Now, in terms of the 1986 rescript, you had mentioned, Mr. Kandathil, that the Syro-Malabar Synod should get involved. Unfortunately, because this order came from the Holy See, the request should go to the directly by the Archbishop of Kottayam. And I do have some documents where I've communicated with the Holy See. I've got some responses in black and white. Again, I cannot publish this, but I've shown this to some key leaders here in the US when we had the KCCA convention here. Yes, but Mr. Pottoore, എൻ്റെ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ഈ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് സർക്കുലർ നമ്പർ 306 ബഹുമാനപ്പെട്ട അച്ചാദം പറഞ്ഞ് 29/9/2023 ഈ സർക്കുലർ വിട്ടിരിക്കുന്നത്. ബേസ്ഡ് ഓൺ they got one circular on 2019 November 50 പരിശുദ്ധ സിംഹാസനം കോട്ടയം അതിരൂപത അധ്യക്ഷന് അനുമതി നൽകി ഉണ്ടായല്ലോ. എന്ത് അനുമതിയാണ് നൽകിയിരിക്കണമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അതായത് 2017 സംതിങ് എന്തോ കിട്ടിയെന്നാണ് പറയുന്നത്. അത് എന്താണ്, ആ ഡോക്യുമെന്റ്സ് എന്താണ്, നമുക്ക് ആർക്കും ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ഇതാണ് ഈ ഒപ്പുശേഖരണമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നും പറഞ്ഞുള്ള ഒരു സർക്കുലർ നമ്പർ 306 ആയിട്ട് മോൾക്കാട്ട് പിതാവ് ഇറക്കിയിട്ടുണ്ട്. Yeah, and Mr. Kandathil, I think what they are referring to in November is the November 15th, 2017 letter that states that certainly the Bishop of Kottayam can have communication, but he cannot have any jurisdiction because it can be only one bishop. Then why he is not publishing for the public? അത് സാധാരണ ഗ്രാനായക്കാരന് അറിയണല്ലോ. ആ പബ്ലിക് ഇങ്ങനെ ഒരു സർക്കുലർ ഉണ്ടെങ്കിൽ അത് അറിയണ്ടേ? Yeah, I think that letter has been made public when there was a lawsuit filed by, I'm not good with names, but somebody. അവിടെയാണ് പോട്ടൂർ, അവിടെയാണ് ഞാൻ പറയണത്. ഇത് 29/9/23 ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കി. പക്ഷേ സ്റ്റിൽ വി ഡോണ്ട് നോ വേർ ഇസ് ദാറ്റ് 2017 ലെറ്റർ. അതൊക്കെയാണ് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. Yeah, so that letter was made public. Sorry, go ahead. അല്ലല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന തന്നെ ഇങ്ങനൊരു അപ്രോച്ച് റോമിലേക്ക് ചെന്നപ്പം തന്നെ സാധാരണ ജനങ്ങൾ അതിനെ സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും കേസസും മറ്റും പല ആൾക്കാരും തന്നെ അതിനെ വിമർശിക്കുന്നതും ഇത് മറ്റുള്ളവരെ കളിപ്പിക്കുന്നതാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ ഞാൻ KCCയുടെ നേതൃത്വമായിട്ട് സംസാരിച്ചപ്പോൾ അവർ തന്നിരിക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനിപ്പം പറയാം. ബേസിക്കലി അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഒഫീഷ്യലായിട്ടുള്ള അതിനെപ്പറ്റി റിപ്പോർട്ട് ഈ മാസം 8-ാം തീയതിന് ശേഷം അവർ ജ്ഞാതേശിൽ കൂടെ അവർ പബ്ലിഷ് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവർ ചെയ്തിരിക്കുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒരു കോട്ടയം ഡയസിസിന് വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. അധികാരപരിധി ലോകമെമ്പാടും എത്തുമെന്നുള്ളത്. അപ്പം ബേസിക്കലി വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. സീറോ മലബാർ ആണ് ശരിക്കുമുള്ള ഈ കോട്ടയം ഡയസിസ് സീറോ മലബാർ ഇതിലുള്ള സീറോ മലബാറിന് ലോകമെമ്പാടുമുള്ള അധികാരം പരിധിയുണ്ടോ? അതില്ലാതെ കോട്ടയം ഡയസിസിന് വേണ്ടി മാത്രം അങ്ങനെ ഒരു അധികാരം കൊടുക്കുമോ? അതാണ് വൺ ഓഫ് ദ മെയിൻ ക്വസ്റ്റ്യൻ. Yeah. And that is an excellent point.
I've always taken the position that we need to be part of the Syro-Malabar, what do you call the Syro-Malabar Church. And as the Syro-Malabar Church is being extended globally, we should be able to get concurrent jurisdiction. Now, in order പക്ഷെ for that, അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ സീറോ മലബാറിന്റെ അധികാര പരിധിയിൽ ഇന്ത്യ മുഴുവൻ വന്നിട്ടും കേരളത്തിൽ മാത്രമായിട്ട് കോട്ടയം ഡയസിന്റെ അധികാരം നിർത്തിയാണ്. അത് ഇന്ത്യ മുഴുവൻ സീറോ മലബാറിന്റെ അധികാര പരിധി ഉള്ളിടത്തേക്ക് എല്ലായിടത്തേക്കും കോട്ടയം ഡയസിന്റെ അധികാരം കൊടുക്കുന്നില്ല ഇപ്പോൾ. I shouldn't. I mean, I wouldn't say it's not been given. Matter of fact, when we were in Rome in 2018 February, the then secretary for the Oriental Congregation, now it's called the Dicastery for the Eastern Churches, very explicitly told us that he had already received the recommendation from the Synod for the jurisdiction of the Archbishop of Kottayam to be concurrently expanded all over India. So that was way back. The Synod meeting was in January 2018, Yes. and they probably sent the letter. Then in 2023, which is about 5 years later, again, out of the 51 bishops, 50 bishops voted in favor of the extension of the Archbishop of Kottayam's jurisdiction, of the Archbishop's jurisdiction all over India. There was one bishop who abstained from this 51 bishops. So it is a concern that yes, we have not got in writing the jurisdiction, but we have to also understand the change in leadership at the dicastery for the Eastern churches, which is the old Oriental Congregation. And so now we believe that since the Synod has given its no objection, there should not be a challenge. Again, there was also a decision made, I think it was sometime in May of this year, that it was in May of this year, the Holy Father gave the approval for the extension of the Syro-Malabar Church to the Middle East. And so, Okay. same thing, simultaneously, they should also begin extension to the Archbishop of Kottayam. But without the Syro-Malabar Church getting an extension all over the world, it defeats the very purpose. സോ സിബി, ആ ഒരു ആശയത്തിനെ പറ്റി സിബിയുടെ അഭിപ്രായം എന്താണ്? കാരണം പ്രത്യേകിച്ചും ഇപ്പോൾ സീറോ മലബാറിൻ്റെ കീഴിലുള്ള ഡയസിൻ്റെ കോട്ടയം ഡയസിൻ്റെ ഒരു അധികാരത്തിൻ്റെ ഇഷ്യൂ UK ഏറ്റവും കൂടുതലായിട്ട് ശക്തമായിട്ട് ഇഷ്യൂകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ആ ഒരു ചോദ്യത്തിന് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? തീർച്ചയായിട്ടും സീറോ മലബാറിൻ്റെ രൂപത ഇവിടെ വന്നതിന് ശേഷമാണ് UK പ്രശ്നങ്ങൾ ഉടലെടുത്ത് തുടങ്ങിയിരിക്കുന്നത്. അതിന് മുൻപ് വരെ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ അച്ഛന്മാരുമായിട്ടും അച്ഛന്മാരുമായിട്ടും അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്നാനായ വൈദികർ വന്നിരിക്കുന്നത് ക്നാനായക്കാർക്ക് വേണ്ടി പാസ്റ്റർ കെയർ ചെയ്യാനും നമ്മുടെ ആത്മീയ കാര്യങ്ങൾ നടത്താനുമാണെന്നും പറഞ്ഞാണ് ഇവിടെ ഈ മിഷൻ സംവിധാനമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു വാക്കാണ് UKKCA നാഷണൽ കൗൺസിലിൽ വന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് നമ്മൾക്ക് അത് തെറ്റായി പോയി, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലുള്ള ഒരു അഷുറൻസ് അല്ല നമുക്ക് തന്നിരിക്കുന്നത്. അന്നും നമ്മൾ പറഞ്ഞിരുന്നില്ല ഇങ്ങനെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ഒരു ഫോം ഉണ്ട്, ആ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ഫോം ഫില്ല് ചെയ്ത്, അതായത് ഇപ്പോൾ എപ്പോഴും നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ KCC എല്ലാവരും പറയുന്ന പോലെ നിങ്ങൾക്ക് അവിടെ ലഭിച്ചിരിക്കുന്ന സഭാപരമായ കാര്യങ്ങളിൽ നിങ്ങൾ അംഗങ്ങളാവണമെന്നാണ് പറയണത്. അത് ക്നാനായക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണ്. കാരണം നമ്മൾ തെക്കുംപാവരായ നമുക്ക് കോട്ടയം രൂപതയാണ് അനുവദിച്ചു തന്നിരിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ നാട്ടിൽ കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ട് അത് അനുകൂലമായിട്ടാണ് തന്നെയാണ് വിധി വന്നിരിക്കുന്നത്. കോടതി വിധി വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കോടതി വിധി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 1911 10-ാം പീസ് മാർപ്പാപ്പ നമുക്ക് അധികാര പരിധി ഇല്ലാതെയാണ് ക്നാനായക്കാരന് തന്നിരിക്കുന്നത്. അവൻ എവിടെ പോയാലും ക്നാനായക്കാരൻ കോട്ടയം രൂപത മെത്രാന്റെ കീഴിലായിരിക്കണം. അതന്നെ ആ ഒരു കാഴ്ചപ്പാടാണ് അന്ന് പ്രത്യേകിച്ച് അന്ന് കോട്ടയം രൂപത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വട്ടത്തിലുള്ള ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കോട്ടയം ജില്ലയിലും അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലും. ഇന്നിപ്പോൾ അത് ലോകമെമ്പാടുമുള്ള ക്നാനായക്കാരുടെ കീഴിൽ ഈ കോട്ടയം രൂപതയുടെ അധികാരം എത്തുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഫോം ഉണ്ട്.
ഈ ഫോം നമ്മളെ ക്നാനായക്കാരെ ഒന്നിപ്പിക്കാനായിരുന്നു എങ്കിൽ ഇതിന്റെ അടിയിൽ നിന്നിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഇഫ് യു വാണ്ട് മോർ ഡീറ്റെയിൽസ് യു ഗോ ടു ദ എപ്പാർക്കി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടന്റെ വെബ്സൈറ്റിൽ പോയി നോക്കാനാണ് പറയുന്നത്. ആ വെബ്സൈറ്റിൽ പോയി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്നാനായക്കാരെ കുറിച്ചോ ക്നായ് തോമായനെ കുറിച്ചോ യാതൊന്നും സംസാരിക്കുന്നില്ല, യാതൊന്നും അവിടെ എഴുതിയിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇവിടെ UK ക്നാനായക്കാർക്ക് വേണ്ടിയാണ് ഈ മിഷൻ പ്രവർത്തിക്കുന്നത് എന്നും ഈ മിഷനിലൂടെ ക്നാനായ സമുദായം നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നു എന്ന് എങ്ങനെയാണ് നമുക്ക് അഷുറൻസ് ഉള്ളത്? എങ്ങനെയാണ് ഉറപ്പ്? അപ്പൊ ഇവിടത്തെ രീതിയിൽ വെച്ച് നോക്കിയാൽ ഇത് ഉറപ്പായിട്ടും ക്നാനായക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല എന്നുള്ള കാര്യം ഇത് വ്യക്തമായിട്ടാണ് UK ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടിരിക്കുന്നത്. So if I may just talk about a few things. Can I talk? Yeah, Dr. Pottoore, പറയൂ. Yes, sorry. So what do you call it? Would be very helpful if some kind of an instruction similar to the instruction that was given to the then and the first Bishop of Chicago, Mr. Romalbar Bishop, an instruction that was, I think, issued on the 21st of November 2001, where very explicitly it states that there needs to be a Knanaya priest that serves the Knanayites. I don't think there is such a letter, or at least I have not seen that has been issued in Great Britain or in Australia. So that would be helpful that there is a consistent communication from the Holy See, because these churches come directly under the Holy Father. Unlike, yeah, let me just ask this question: if we can get the Kottayam diocese can get the അധികാരം നമ്മുടെ ലോകം മുഴുവനുള്ള ക്നാനായക്കാരിലേക്ക് എത്തുവാണെങ്കിൽ ആ ഒരു ലെറ്ററിന്റെ ആവശ്യമില്ല അവിടെ UK-ലോ ഓസ്ട്രേലിയയിലോ. Right. So the challenge right now that you have is മിസ്റ്റർ പോട്ടൂർ ഒരു കാര്യം, അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള ഈ ഒപ്പുശേഖരണവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ആൾക്കാരുടെ ഇടയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യരുത്. സോ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ 15 മിഷൻ ഉണ്ടെങ്കിൽ ആ മിഷനിനകത്ത് നമ്മുടെ ക്നാനായക്കാരെ ചേർത്ത് നിർത്തി ആ ക്നാനായക്കാർക്ക് വേണ്ടി ഒരു അക്കൗണ്ട് സംവിധാനമൊക്കെ ഉണ്ടാക്കി അതിനൊരു ചാരിറ്റി ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ക്നാനായക്കാര് വൈദികര് നമ്മുടെ ആൾക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനമായിരുന്നു ചെയ്യേണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ KCC പോലും പറയണത് നമുക്ക് അവിടെ ലഭിച്ചിരിക്കുന്ന മിഷൻ സംവിധാനം എന്താണോ അതിലൂടെ ചേർന്ന് പോയാൽ നമുക്ക് നമ്മളെ സംരക്ഷിച്ച് പോകാമെന്നാണ് KCC പോലും പറയണത്. അവർ തന്നെയാണ് ഒപ്പുശേഖരണത്തിന് വേണ്ടി പോയിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടുന്നില്ല. ഇത് രണ്ടും കൂടെ ഇപ്പൊ ഇതുവരെ ഇറക്കിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളും ഇപ്പൊ ഈ ഒപ്പുശേഖരണവുമായിട്ട് നോക്കിയാൽ entirely different സംഭവമാണ്. Yeah, so I do agree there are some challenges and there were things that were not executed well, and I'm not sure who are the individuals or the clergy that is advising His Grace Mar Mulakata. Certainly, if I had his ears, I would have advised it to be executed in a different way. But we also remember, as soon as a new bishop of a certain rite has been introduced in a certain geographical area, by default, even whether you take a membership or not, by default, you become part of that particular eparchy. So do members have to take an official membership? I disagree with that thought process, number one. Number two, there is the issue of domicile and the quasi-domicile. So yes, you could be a member of the quasi-domicile there in UK or here in the US, but your permanent domicile or your permanent membership remains with the Archbishop of Kottayam, unless you have given that in writing saying, I no longer want to be a member of the Kottayam Archbishop. So that is the first thing, and I think it all boils down to Pottoore, the same thing. നമ്മൾ ആർച്ച് ഓഫ് കോട്ടയം ഡയസിസിലാണ് നിൽക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ഫോം ഫില്ല് ചെയ്യാൻ പറയുന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ഫോമാണ് ഫില്ല് ചെയ്യാൻ പറയുന്നത്. ഇത് രണ്ടും കൂടി ഒരു ക്നാനായക്കാരന് അതെങ്ങനെയാണ് ശരിയാവുന്നത്? ക്നാനായക്കാരൻ ആ കോട്ടയം രൂപത അംഗമാണ്. കോട്ടയം രൂപത അംഗമായിരിക്കുന്ന ക്നാനായക്കാരനോട് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ഫോം ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മിസ്റ്റേക്കല്ലേ പറയണത്? So I think the intent, again I'm only speculating over here. I think the intent was good, that this is the way I look at things. When Mr. Kandathil, you do things, I look at the good things that you do. I don't try to focus on the negative. So I think the good part that they were focused on, at least this is my thought process, is that okay, the Holy Father has put in place a bishop in Great Britain, and so by default, based on canon law,
you're a member of that new diocese. Again, I'm not talking you're a permanent member. You could be a what do you call, like a quasi member or a temporary member of the diocese. So some of these things should have been explained to the common people, I should. Yeah, And yeah. That a lot of that's a these, good അതേ സെയിം that's a ടൈം good point. നമ്മുടെ Yeah, നാട്ടിലെ മെമ്പർഷിപ്പ് ഒരു കാരണവശാലും മാറ്റാൻ പാടില്ല എന്ന കോടതി വിധിയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. yeah. വളരെ ഡീറ്റെയിൽ ഇപ്പം ആയ ഒരു കോടതി വിധി ലഭിച്ചിട്ട് ആ കോടതി വിധി ഇംപ്ലിമെന്റ് ചെയ്യാത്തത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. yeah, എന്തുകൊണ്ട് ഈ കോടതി വിധി ലഭിച്ചിട്ട് ആ കോടതി വിധി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതോടൊപ്പം വേറൊരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. തോമസ് പറഞ്ഞ പോലെ നമ്മൾ UK-യിലും അമേരിക്കയിലും വെളുത്തവരും കറുത്തവരും എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ KCC നേതൃത്വം, പ്രത്യേകിച്ച് ബേബി മുളവേലിപ്പുറവും ഒക്കെ പറയണത്, KSSകാർ പറയുന്നത് നമ്മൾ മുഖവിലേക്ക് എടുക്കണ്ട, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു മെന്റാലിറ്റി നമ്മൾ തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ അവരും നമ്മുടെ സമുദായ അംഗങ്ങളല്ലേ. അതായത് നമ്മൾ ഓപ്പോസിറ്റ് ഒരു കാര്യം പറയുന്നവരെ കേൾക്കാതിരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് മാത്രം കേട്ടാൽ മതി, മറ്റുള്ളവർ പറയുന്നത് ശരിയല്ല, അവര് ജ്ഞാനായക്കാർ അവരെന്തും പറയും, അല്ലെങ്കിൽ ആ ഒരു മനോഭാവം തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റണം. നമ്മുടെ നേതൃനിരയിലേക്ക് വരുന്നവർ എല്ലാവരും പറയുന്നത് കേൾക്കാനും, ഇപ്പൊ KSSകാരാണ് പറയണമെങ്കിൽ അവർ പറയുന്നതിനകത്തും കാര്യമുണ്ട്, അവരും പറയുന്നത് നമ്മുടെ സമുദായത്തിന് വേണ്ടിയാണ് അവർ പറയുന്നതെന്ന തിരിച്ചറിവ് നമ്മുടെ നേതൃത്വത്തിലുള്ളവർക്കും ആസ് എ ലീഡർഷിപ്പ് മുൻനിരയിൽ നിൽക്കുന്നവർക്കും അത് വേണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. അപ്പോൾ സ്റ്റീഫൻ, അതായത് നമ്മുടെ മെയിൻ കൺസേൺ പല കാര്യങ്ങളും നമ്മൾ ഈ റോമിലേക്ക് പോകുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി താഴെയുള്ള സാധാരണക്കാർക്ക്, ആൾക്കാർക്ക് അറിയാൻ മേല. അതിനെപ്പറ്റി കൂടുതൽ വിശദീകരണം ഇവിടെ അമേരിക്കയിലാണെങ്കിലും UK-യിലാണെങ്കിലും ഇവൻ നാട്ടിലും ഓസ്ട്രേലിയയിലും ഒന്നും കിട്ടുന്നില്ല എന്നുള്ള, അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ കൺസേൺ ആകുന്നത്. പിന്നെ മജോറിറ്റി ഓഫ് ദി ആൾക്കാർ ഇതൊന്നും കൺസേൺ അല്ല. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫായിട്ട് അവർ മുന്നോട്ട്, അവരുടെ ലൈഫ് സ്ട്രഗിളിംഗ് ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നു. അവർക്ക് ഇതൊന്നും ഈ പള്ളി പോകുന്ന പോലെ അവർക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമായിട്ടല്ല അവർ കാണുന്നത്. I fully agree. Again, people need to be brought into confidence. And, in my professional career, I learned more things from people who oppose me rather than people who support me, because people who support me may just say things to make me happy. But when I do hear people who oppose me and hear that there are points, I go back and see whether this can be validated. And if it is a valid concern, then I'm going to change my position, on how I look at things. So I do disagree with the secretary. I cannot pronounce his name. KCC. Baby. Yeah. Baby. I won't try to pronounce his last name. Mr. Baby, where, even in the Bible, I think it is the Gospel of Matthew, where it says, "You've heard, love your friends." Now it says, "Love your enemies." So you should hear your opponents, and that's when you learn and you're able to make a better strategy. I think this all boils down to, being open, transparent, being educating people, bringing people into confidence. And surely there are things that has to be done confidentially, that should be done confidentially. I mean, I can tell you in this forum, when we were in Rome, we submitted an 8-page actually a 7-page document that went directly to the Signatura Apostolica, which is the Supreme Court. That was never been made public. That will never be made public. I mean, it has not been made public and never will be made public. I'm mentioning this because it's been about 7 or almost 7 years since we submitted that. And there was some positive feedback as a result of that particular document that went to the Signatura Apostolica, which is the Supreme Court at the Vatican. So, I'm of the opinion that certain things should be done confidentially, but at the same time, people should be brought into confidence, and it's a balancing act. മിസ്റ്റർ പോട്ടൂർ, ഒരു സാധാരണ ജ്ഞാനായക്കാരനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവൻ എന്താണ് വേണ്ടത്? പ്രവാസികളായ ഒരു ജ്ഞാനായക്കാരനെ സംബന്ധിച്ച് അവന് ഇപ്പോൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ് ഡൊമിസൈല്, ക്വാസി ഡൊമിസൈല്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവൻ അതല്ല ചിന്തിക്കണത്. അവന്റെ മാതാപിതാക്കളെ അടക്കം ചെയ്ത കല്ലറ നാട്ടിലുണ്ട്, അവന്റെ സ്വന്തം ഇടവകയിലുണ്ട്, അപ്പൊ അവന്റെ പേരൻസും അവന്റെ ബന്ധുമിത്രാദികൾ നാട്ടിലുണ്ട്. അപ്പൊ ആ ഇടവക പോകാതെ തന്നെ ആ നാട്ടിൽ അവരെന്തായിരുന്നോ ചെയ്തിരുന്നത് അതുപോലെ തന്നെയുള്ള ഒരു സംവിധാനമാണ് അവർ നാട്ടിൽ ആഗ്രഹിക്കുന്നത്, അല്ല വിദേശത്ത് ആഗ്രഹിക്കുന്നത്, സോറി. അപ്പൊ ആ വിദേശത്ത് ആഗ്രഹിക്കുമ്പോൾ അവർ വിദേശത്തേക്ക് വന്നപ്പോൾ അവൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല അവൻ അവിടെ ഉണ്ടായിരുന്ന സീറോ മലബാർ സംവിധാനവുമായി ചേർന്നാണ് പോകേണ്ടത് എന്നുള്ള കാര്യം അവൻ ഒരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ. അവന് സഭാപരമായ കാര്യങ്ങളെ കുറിച്ച് അവൻ ആഴത്തിൽ കൂടുതൽ ചിന്തിക്കുന്നില്ല. അവൻ പള്ളിയിൽ പോകുന്നു, ദാറ്റ്സ് ഇറ്റ്. അവന് സമുദായ അംഗങ്ങളുടെ ഇടയുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു.
നാട്ടിൽ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ യൂണിറ്റുകൾ ഉണ്ടാക്കുന്നു. ആ യൂണിറ്റിൽ കൂടെ നമ്മുടെ സമുദായ ഐക്യം നമ്മൾ ബലപ്പെടുത്തുന്നു. അതൊക്കെയാണ് സാധാരണ ഒരാൾക്ക് വേണ്ടത്. അതുകൊണ്ട് അവനൊന്നും അറിയണ്ട. അവന്റെ സമുദായം നിലനിൽക്കണം, അവന് ഗ്രാനായക്കാരനായിട്ട് ജീവിക്കണം, ഗ്രാനായക്കാരനായിട്ട് മരിക്കണം. ദാറ്റ്സ് ഇറ്റ്. അത് മാത്രമാണ് അത് ആഗ്രഹിക്കുന്നത്. അത് ആരുടെ നിന്ന് ആഗ്രഹിക്കുന്നത്? നമ്മുടെ വൈദികരിൽ നിന്നും നമ്മുടെ മെത്രാന്മാരിൽ നിന്നും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ ഒരുപാട് തിയോളജിയും ഒരുപാട് സാങ്കേതികത്വവും ഒരുപാട് കാര്യങ്ങളും അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അതാണ് ചെയ്തു തരേണ്ടത്. ആ ചെയ്തു തരേണ്ട സമയത്ത് ഇങ്ങനെയുള്ള പല സാങ്കേതികത്വം പറഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? No. So I do agree with you that the common man does not look into all those factors. Yeah. But I think one of the biggest distinction that we need to make is we have not been challenged technically by the Syro-Malabar bishops. The challenge that we are getting is from Rome, from the Holy See. And so our focus needs to be with the Holy See to change, certain concepts that they have about our community and about the church. If you look at അത് തന്നെയാണ് ആദ്യമേ പറഞ്ഞത് 1986 റിസ്ക് റേഷ്യോ അല്ലേ? യെസ്. സോ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാല് മാക്കിൽ പിതാവ് കോട്ടയം രൂപത അനുഭവിച്ച് നേടിയെടുത്ത് തന്നതുപോലെ തന്നെ റോമിൽ പോയി സിനഡിന്റെ അംഗീകാരത്തോടു കൂടി നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങളും അത് നേടിയെടുക്കണം. അതിനാണ് ഇവർ പോകേണ്ടത്. അത് അവിടെ ചെയ്യുന്നതിന് ശേഷം ഞങ്ങളാൽ ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്, ഞങ്ങളെല്ലാം പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയല്ല വേണ്ടത്. വി നീഡ് റിസൾട്ട്. അഗൈൻ ഐ ആം ടെല്ലിങ് യു, വി നീഡ് റിസൾട്ട്. എത്ര നാൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം? ഇനി അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് സാധാരണ കോമൺ മാനോട് ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. മറുപടി പറയാൻ ആഗ്രഹിക്കണം. ഞാൻ ഈ വിഷയം പല അച്ഛന്മാരോടും പലരോടും ഈ വിഷയം സംസാരിച്ചു നമ്മൾ ഈ സെഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട്. പക്ഷെ അവരുടെ എല്ലാം റെസ്പോണ്ട്, കാരണം റോം വളരെ ടൈം എടുത്തേ ഒരു കാര്യത്തിന് തീരുമാനം എടുക്കുള്ളൂ എന്നുള്ള ഒരു റിസൾട്ട് അതാണ് പലരിൽ നിന്നും എനിക്ക് പല രീതിയിൽ നിന്നുള്ള ആൾക്കാർ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. തോമസേ അങ്ങനെയാണെങ്കിൽ ആ റോമിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു. നമ്മുടെ ആൾക്കാരെ ഈ സീറോ മലബാറിലേക്ക് ചേർക്കാതെ എന്തുകൊണ്ട് അവിടെ നിലനിർത്തിയില്ല? നമ്മളോട് പറഞ്ഞുതരണം, നമ്മളോട് പറയണം, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, നമുക്ക് നമ്മുടേതായ സംവിധാനം വരും, അതുവരെ ഇന്ന രീതി ചെയ്യണം. അപ്പൊ കോട്ടയത്തെ പോലെയുള്ള ഒരു ഫോം ഉണ്ടാക്കി ഇതിനകത്ത് എവിടെയാണ് ആർച്ചക്കാപ്പുറക്ക് കോട്ടയെന്നോ എന്തെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ക്നാനായ മിഷൻ. മൂലക്കാട്ട് പിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് മിഷൻ എൻഡോഗമസ് അല്ല. മാറിക്കെട്ടി ഒരാള് പറഞ്ഞാൽ ജന്മം കൊണ്ട് അവൻ ക്നാനായക്കാരനായതുകൊണ്ട് അവനെ ഇതിനകത്ത് ചേർത്തേ പറ്റൂ. ഇപ്പൊ നമുക്ക് സാങ്കേതികത്വം കൊണ്ട് നമുക്ക് പറയാം ആരും വന്നിട്ടില്ല എന്ന് പറയാം. അതൊരു ശരിയായ രീതിയല്ലല്ലോ. നമ്മളൊരു വഴി പണിത് ഗേറ്റ് തുറന്നിട്ടിട്ട് ഇതിനെ ആരും വരികയെന്ന് പറഞ്ഞതിനകത്ത് കാര്യമില്ല. നമ്മൾ ആ ഗേറ്റ് അടച്ചിടുക തന്നെ ചെയ്യണം. ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. Yeah, so Mr. Kandathil, let me point out something. I think there is also some inaccurate information that is being spread through many of these WhatsApp communication. So almost 13 years or almost 15 years before Mar Mulakad Bishop became a bishop, the then Bishop Mar Kunnaseri actually put in writing. I'm not talking 1997, I'm talking way before that, because I have a copy of those documents. Very clearly, when Rome asked for the definition, this is what he stated, that once you're born into a Knanaya community, you're always a Knanaya. Now, that is the same position His Grace Mar Mulakad has taken. Okay? Yeah. I've repeatedly disagreed with that opinion of theirs. That is the first thing. The second thing is, again, the Synod can pass whatever they want in favor of us. At the end of the day, the decision has to be made by the Holy See. Third, the courts in Kerala can make any decision they want, but to make it universal all over the world, it is only Rome that can make those changes. And that's why I've taken from the very beginning, and I've offered my services, if you all are using that approach, to do everything possible. Unfortunately, I'm sitting in a position where I cannot show you all the documents and the books that I have, that I refer constantly. I'm more than happy to help, but it has to go through Rome, not through the courts,
not even to the Senate. The Senate definitely can recommend, as you all saw in the tri-party agreement. You had the then Major Archbishop, the Bishop of Chicago, and Archbishop Marmulikar come into an agreement, and they put out a clarification letter in the form of the September 19, 2014 tri-party agreement letter. That was nothing more than a clarification of the 1986 script. It achieved nothing. It created more problems. So No, Mr. Pottoore, I disagree with that. ആ കുന്നശ്ശേരി പിതാവല്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോട്ടയം രൂപതയുടെ ഈ നിയമസംഗ്രഹം ഉണ്ടല്ലോ, ഈ നിയമസംഗ്രഹത്തിനകത്ത് കുന്നശ്ശേരി പിതാവല്ലല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. ഈ നിയമസംഗ്രഹം എന്നാ വന്ന ഈ നിയമസംഗ്രഹത്തിനകത്ത് എങ്ങനെയാണ് വ്യഭിചാരത്തിലൂടെ ഉണ്ടാകുന്ന കുട്ടികളെ നമുക്ക് മാമോദീസ മുക്കാം കോട്ടയം രൂപതയിൽ എന്നും മറ്റുമുള്ള ഡോക്യുമെന്റ്സ് ഇതിനകത്ത് എങ്ങനെയാണോ വന്നത്? ആ വന്നത് കൊണ്ടല്ലേ നമുക്ക് പല മിസ്റ്റേക്കുകളും പറ്റിയത്. അങ്ങനെ സഭാപരമായി നമ്മൾക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അതിന്റെ താഴെ സബ് ക്ലോസുകളായിട്ട് വേറെ പല കാര്യങ്ങളും അതിനകത്ത് എന്തുകൊണ്ട് എഴുതി വെച്ചില്ല? അത് കുന്നശ്ശേരി പിതാവിന്റെ കാലത്തല്ലല്ലോ ഈ കോട്ടയം രൂപതയുടെ ഈ നിയമസംഗ്രഹം വന്നിരിക്കുന്നത്. ഇത് സെനറ്റിന്റെ അംഗീകാരത്തോടുകൂടി സീറോ മലബാർ പർട്ടിക്കുലർ ലോ അനുസരിച്ചാണ് കോട്ടയം രൂപത വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ 3-party അഗ്രിമെന്റ് വേറെ, ഈ നിയമസംഗ്രഹം വന്നത് വേറെ. നമ്മുടെ സമുദായത്തിന് ദോഷകരമല്ലേ വന്നിരിക്കുന്നത് ശരിക്കും? So let me clarify that again. What I'm talking about is the definition of who a Knanayite is was sent by Mar Kunnasheri 15 years prior to when before Mar Mulikar became a bishop. Now, with regards to the 2008, 2009, I cannot pronounce the term, but the compendium of the laws of the Kottayam diocese, Nimas, I can't pronounce it. Yeah, Nima Samgraham. Particular law. Yeah, so that I agree with you. Certain things that were inserted, there should have been better clarification. But in terms of I appreciate you. Yeah, because those things are already mentioned in the canon law. There was no need for that to be inserted into this 2008 compendium of laws of the Kottayam. No. Pottoore, ആ particular law അല്ല കോട്ടയം രൂപതയിൽ ആപ്ലിക്കബിൾ ആക്കേണ്ടത്. കോട്ടയം രൂപത is entirely different. Exactly. So what I'm saying is it was in the canon law, but again, our customs, our traditions, even per canon law, has has the authority to suppress some of those laws. I'm not using the right word, but if you look at 1506, 1507, some of these laws, has no standing with the practice, because these practices have been followed for more than a millennium, and so it attains a law of its own. And so yes, I agree with you that should not have been inserted, and those things do cause unnecessary confusion, hardship on people. And so yes, I think it's time that the Archbishop of Kottayam does take another look at this. So I think it's important some of these changes be made and people be brought into conference, and people who oppose in a certain manner the Kottayam diocese, they also need to sit on some of these committees. I'm talking about Knanayites, not people like Kana, members from Kana or from KCNS, and so that we can hear the opposing view and include that. So we need to be in a much more in an inclusive diocese in terms of hearing opposing views, as opposed to this is what we're saying, because you don't support or you're a member of KSS, I'm sorry, you cannot be part of this. I was just saying that we need to be more inclusive. When I say we, the Archdiocese of Kottayam needs to be a bit more inclusive in listening to opposing views, whether they be member of KSSS, I don't know, KCS, there's some new organization that started, so that when they hear these opposing views, to make sure that they are also brought into conference and we can move forward together. Right now, I do see there is that big wall of separation that is being created, and that needs to stop. That's my personal opinion. ഇപ്പം ഡോക്ടർ പോട്ടൂർ പറയുന്നതനുസരിച്ചാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതായത് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളത് മാറ്റി നിയമസംഗ്രഹയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമ്മളെ ലോങ് ടൈമിലേക്ക് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും
യു ആർ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ എഗ്രി ചെയ്യണം ആ ഒരു കാര്യത്തിൽ അല്ലേ? ഞാൻ അതുകൊണ്ടാണ് അത് ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ നിയമസംഗ്രഹത്തിലെ തെറ്റുകൾ നേരത്തെ മാറ്റണമായിരുന്നു. അത് കുന്നശ്ശേരി പിതാവിന്റെ കാലത്ത് വന്നല്ലോ, അത് 2009 ആ നിയമസംഗ്രഹം വരുന്നത്. അപ്പൊ ആ നിയമസംഗ്രഹത്തിനകത്ത് കോട്ടയം രൂപതയില് ഒരു പല തെറ്റുകൾ അതിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോ ഇവിടെ വീണ്ടും പറയുന്നില്ല. അത് തിരുത്തണമായിരുന്നു, അത് ഇനിയും തിരുത്തണം. അല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദോഷകരമായ കാര്യങ്ങളാണ് അതിനകത്ത് വീണ്ടും വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. Yeah, and that is exactly what I was saying. We need to, and I say we, the Archdiocese of Kottayam, when it does have these meetings, need to include people who have opposing views and hear them out, and then coming to a common ground. Unfortunately, that is not being done on a consistent manner, and so people are not getting the confidence, and they lose confidence, and it comes to the point some of them don't even go to church, or may decide to leave the church. തോമസേ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിന്റെ നമ്മുടെ സബ്ജക്റ്റ് തന്നെ നമ്മുടെ ഒപ്പുശേഖരണമായിട്ടാണല്ലോ. ഒപ്പുശേഖരണമായിട്ട് UKKCA സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മൾ KCCക്ക് ഞങ്ങൾ ഒരു ലെറ്റർ അയച്ചു. അതായത് UKKCA എന്ന് പറഞ്ഞ സംഘടനയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കൺവെൻഷന് 6000-7000 പേരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, സംബന്ധിക്കുന്നത്. അപ്പൊ ഞങ്ങള് ഒപ്പിടാനായിട്ട് മുൻപന്തിയിലേക്ക് വരണമെങ്കിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ അവരോട് ചോദിച്ചിരുന്നു. ഇതിനകത്ത് ഇവിടെ വായിക്കാം. കോട്ടയം അതിരൂപത അധ്യക്ഷൻ ലോകമെമ്പാട് അജപാലനാധികാരം ലഭിക്കുന്ന ഒരു നിവേദനം പ്രവാസി സംഘടനകൾ വർഷങ്ങൾക്ക് മുമ്പേ കോട്ടയം അരമനയിൽ എത്തിച്ചിരുന്നു. കോട്ടയം അതിരൂപത അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം ഇപ്പോഴത്തെ KCC ഒപ്പുശേഖരണം നടത്തുന്നുവെന്ന് അറിയിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ UK ക്നാനായ മിഷനുകളിൽ VG സജിയച്ചൻ ഒരു സർക്കുലറിലൂടെ ഒപ്പുശേഖരണം KCCD അറിയിപ്പിന് മുമ്പേ ആരംഭിച്ചിരുന്നു. ഈ അവസരത്തിൽ ഒപ്പുശേഖരണത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപ് UKKCAക്ക് താഴെ നൽകുന്ന കാര്യങ്ങളിൽ വ്യക്തവും കൃത്യവുമായ വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. കോട്ടയം രൂപത UKKCA എന്ന ക്നാനായ സമുദായ സംഘടനയെ അംഗീകരിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് കോട്ടയം രൂപത പിതാക്കന്മാരും UKയിലുള്ള ക്നാനായ വൈദികരും UKKCAയോട് സഹകരിക്കാതെ മാറി നിൽക്കുന്നു? UKKCAയുടെ കൺവെൻഷനിൽ വന്ന മോർക്കാട്ട് പിതാവ് പറയുന്നു, UKKCA ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ വടക്കുംഭാഗ രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കണമെന്ന്. കോട്ടയം രൂപത അധ്യക്ഷന്റെ ഈ നിലപാടിൽ മാറ്റമുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് കോട്ടയം രൂപത അധ്യക്ഷൻ ലോകമെമ്പാടും അജപാലന അധികാരം ലഭിക്കുന്നതിനായി ഈ ഒപ്പുശേഖരണം നടത്തുന്നത്? സീറോ മലബാർ ഗ്രേറ്റ് ബ്രിട്ടൻ വടക്കുംഭാഗ രൂപതയുടെ അംഗത്വ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്ത് വടക്കുംഭാഗ രൂപത അംഗത്വം എടുക്കാത്തത് കാരണം UK ക്നാനായ കത്തോലിക്കർക്ക് കേരളത്തിലെ മാതൃഇടവകളിൽ കൂദാശകൾ നിഷേധിക്കുകയുണ്ടായി. അവർക്കൊക്കെ ക്നാനായ യാക്കോബായ പള്ളികളിലും ലാറ്റിൻ പള്ളികളിലും ഒക്കെ കൂദാശകൾ നടത്തേണ്ടതായി വന്നു. ലോകമെമ്പാടുമുള്ള ക്നാനായ കത്തോലിക്കരുടെ മേൽ കോട്ടയം രൂപത അധ്യക്ഷൻ ആത്മാർത്ഥമായി അജപാലന അധികാരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തിനായിരുന്നു ഈ കൂദാശ നിഷേധങ്ങൾ? UKKCAയുടെ കൺവെൻഷൻ വാർത്തകൾ ക്നാനായ കത്തോലിക്കരുടെ മുഖപത്രമായ അപനാദേശിൽ പ്രസിദ്ധീകരിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ചൈതന്യ മാട്രിമോണിയിൽ വിവാഹ പരസ്യം നൽകുന്നതിന് പ്രവാസികളായ യുവതി യുവാക്കളെ വടക്കുംഭാഗ രൂപത അംഗത്വം നിർബന്ധപൂർവ്വം എടുപ്പിച്ച് അവിടുത്തെ കത്തുമായി വരാൻ നിർദ്ദേശിക്കുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും ചോദിച്ചു. പ്രവാസി സമുദായ സംഘടനകൾ അതാത് രാജ്യത്തെ നിയമമനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നവയാണല്ലോ. KCCയുടെ നിയമാവലിയിൽ പ്രവാസി സമുദായ സംഘടനകളുമായി എങ്ങനെ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. ക്നാനായക്കാരുടെ യഹൂദ പാരമ്പര്യത്തിനെതിരായി KCC കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലങ്ങൾ മാറ്റമില്ലാതെ നിലനിൽക്കെ ഈ ഒപ്പുശേഖരണത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ഈ പ്രവൃത്തിയിലെ ഔചിത്യം എന്താണ്? KCCയുടെ അഭ്യർത്ഥന പ്രകാരം UKKCA ഒപ്പുശേഖരണത്തിന് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് മുകളിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും കൃത്യവും വ്യക്തവുമായ ഉത്തരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ UKKCA സെൻട്രൽ കമ്മിറ്റിക്ക് അതിന്റെ നാഷണൽ കൗൺസിൽ അംഗങ്ങളുടെ യൂണിറ്റ് അംഗങ്ങളുടെയും ഒക്കെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകേണ്ടിയിരിക്കുന്നു. ഇതാണ് ഞങ്ങൾ കൊടുത്ത ലെറ്റർ. ഈ ലെറ്ററിന് ഇതുവരെ ഞങ്ങൾക്ക് KCC ഒരു മറുപടി പോലും തന്നിട്ടില്ല. ഇതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഈ ഒപ്പുശേഖരണമായിട്ട് UKKCAയുടെ ഒരു സഹകരണം എന്തുകൊണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ UKKCA സംശയദൃഷ്ടിയോടുകൂടി KCCനെ കാണാനുള്ള കാരണങ്ങളാണ് ഇങ്ങനെയുള്ള കാരണങ്ങൾ. ഈ ഒരു ക്വസ്റ്റിന്റെ എങ്ങനെയാണ് പൊട്ടൂര് പ്രതികരിക്കാൻ പറ്റുന്നത്? So, I mean, some of the questions that Mr. Kandathil put forward, that he was reading out from the letter that UKKCA had sent to KCC are, very justifiable. Some of them, I think there needs to be a better clarification. So for example, being a member of the diocese of Sierra Malabar Diocese of Great Britain, again, as I pointed out earlier, by default you're automatically a member. And I think one key point that we are missing here is it doesn't
2022 August, which is the second synodal meeting. It was in that meeting, again 2022 August, where the synod made a decision that if there is a Syro-Malabar member that includes a Canaanite, they live in an area where there is already an existing, what do you call, diocese that has been established or erected, then they need to be a member of that. Now, I personally disagree with that, but unfortunately, rather than addressing that concern to the Holy See and saying, looking at the 2016 January letter that was sent by the Holy See to the members of the Syro-Malabar members of Faridabad in Delhi, very clearly it says no one should be compelled. You're automatically a member, and so some of this should have been addressed, but by whether it is UKKCA or other organization, to the Holy See rather than going to the courts. So some of them I think are justifiable. Where again, I just heard that. I don't have the letter in front of me. If not point by point, I would be more than happy to give my thoughts on that based on the documents I have. So, it is unfortunate that the KCC did not even respond, and that does not look good to me. If UKKCA has taken the effort and put out questions, then they have an obligation, a moral obligation, to at least respond. And that shows that there can be non. യെസ് മിസ്റ്റർ പോട്ടോർ, നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം റെക്കോർഡിക്കൽ എവിഡൻസോട് കൂടി പേപ്പർ വർക്കോട് കൂടി മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള ഒരു വേദികളിൽ നമ്മൾ സംസാരിക്കുന്നത്. അതാണ് ഇന്നത്തെ കാലത്ത് വേണ്ടതും ആൾക്കാർക്ക് വേണ്ടത്. എന്താണ് സാധാരണക്കാരന് വേണ്ടത്? വിത്ത് റെക്കോർഡിക്കൽ എവിഡൻസുകളാണ് എപ്പോഴും വേണ്ടത്. അല്ലാതെ നമ്മള് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി അല്ലെ സർക്കുലർ ഇറക്കി നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അത് തന്നെയാണ് നമ്മുടെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഈ ഒപ്പിശേഖരണം എന്ന് പറയുന്നത് ഒരു സംശയ ദൃഷ്ടിയോടു കൂടിയാണ് എല്ലാവരും കാണുന്നതും അതിന്റെ ഒരു റിസൾട്ട് സാധാരണക്കാരനെ കാണിച്ചു തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു കറുത്ത പുകയായിട്ട് തന്നെ ഉയർന്നു നിൽക്കുകയാണ് എയറിൽ. അതിന്റെ റിസൾട്ട് വേണം, അതിന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കുക, അതിന്റെ റിസൾട്ട് വേണം. അതിൻ്റെ കൂടെ വേറെ വിഷയം ബ്രിങ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ കേസസ് തന്നെ അതുപോലെ UKCC അതുപോലെ മറ്റ് നാട്ടിലുള്ള കേസസ് ഇവരെല്ലാം ഇതുപോലെ ഒപ്പിശേഖരണം നടത്താൻ വേണ്ടി മുൻകൈ എടുത്തപ്പോൾ KCCയും രൂപത നേതൃത്വവും അതിന് എതിരായിട്ടുള്ള സ്റ്റാൻഡായിരുന്നു എടുത്തിരുന്നെന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. So I don't know about UKKCA, but I know here in Dallas, not Dallas, but in the US, I should say, sorry, I was the then KCCNA Resolution and Mediation Commission chairperson, and we had a 9-member committee that included 2 priests, one who has, who is a Latin-based priest, but he's, originally Canaanite, and he's still a Canaanite. And for that particular document, Mar Mulakad was very supportive. Now, I do understand why Mar Mulakad cannot sign it or could not sign it. And I still think Mar Mulakad should not sign any petition. And the reason is very simple. If I'm reporting to a vice president, I said my work, and or at the hospitals that I manage, where the CEO says, this cannot be done, to me. And then I use my employees to submit a petition. That does not look good. And so way back in 2017, November 15th, there was a clear documentation sent from the Holy See to Mar Mulakad, saying that his request for worldwide jurisdiction, when I say worldwide jurisdiction, multi-country jurisdiction, cannot be considered. Since that letter was already published and sent to him, Mar Mulakad then cannot sign another letter. And so, as to people's question, why can't Mar Mulakad sign this petition? Well, he already got an objection certificate or objection letter from the Holy See, so it does not look good. So the right approach again why not? would be, Because if I feel your rules are against my my power,
So why I shouldn't, apply? I mean, submit a petition. No, so he I can don't like submit a to. petition. I don't like to agree with that. So I want you to reconsider my question. I mean, my Exactly. So stand. what should have been done, and I hear you. And what should have been done was that Mar Mulakad should have sent a letter with the synod's input, not including the general Knanaya public. That would be a letter that would look very official as a response. Now, adding to that, the signature campaign that was done, that is helpful. But again, we have to still go back to the original issue. The original issue was അതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് മിസ്റ്റർ പോട്ടൂർ. ഈ സിഗ്നേച്ചർ കാമ്പയിന്റെ ഏറ്റവും ഫ്രണ്ടിലെ മൂലക്കാട്ട് പിതാവും നമ്മുടെ ബിഷപ്പുമാരും ഒപ്പിടണമായിരുന്നു. ആ ഒപ്പ് എന്നിട്ട് പബ്ലിക് ചോദിച്ചാൽ അവരെ കാണിക്കണമായിരുന്നു. അപ്പൊ അവിടെ അതായിരുന്നു ശരിക്കും ജെനുവിനിറ്റി എന്ന് പറയുന്നത്. അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്. അവരെ അത് കാണിക്കണം. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ചോദിക്കുവാണ്, നിങ്ങളുടെ ബിഷപ്പിന് ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ബിഷപ്പ് എവിടെ, നിങ്ങളുടെ ബിഷപ്പ് അല്ലേ ഈ കാര്യങ്ങൾക്ക് മുൻപന്തി വരണ്ടെന്ന് ചോദിച്ചാൽ ബിഷപ്പ് ഒപ്പിട്ടില്ല, പിന്നെ മറ്റുള്ളവർ ഒപ്പിട്ടാൽ എന്താണ് അതുകൊണ്ട് കാര്യം? ഇതല്ലേ സാധാരണക്കാരൻ ചോദിക്കുന്ന ചോദ്യം. അതാണ് നമ്മുടെ ഈ ചർച്ചയുടെ പ്രസക്തി അവിടെയാണ് മെയിൻ ആയിട്ട്. ഇങ്ങനെ ഒരു അധികാര പരിധി റോം അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൻ, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ട്ലി ഇതിന്റെ എഫക്ട് വരുന്നത് ബിഷപ്പിനാണ്. Yeah, I don't think you probably comprehended what I was trying to say, or maybe I didn't say it properly. So the Holy See had already said no for the multi-country jurisdiction that was sent by Mar Mulakad on the 29th of August 2017. Clearly they said, no, we cannot grant this. Okay, so അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഇതിനാ പോകുന്നത്? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവിടെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പൊ ഈ ഒപ്പി ശേഖരണമായിട്ട് പോയതും? ഈ ഞാൻ കുറച്ചു മുമ്പ് കാണിച്ച ഒരു ഡോക്യുമെന്റ്സ് വിട്ടായിരുന്നല്ലോ, ആ സർക്കുലർ. അപ്പൊ ഇത് എന്തിനാണ് ഈ ഇങ്ങനെ ഒരു സർക്കുലർ വിട്ടത്? Yes, so let me just. അപ്പൊ അത് ഒരു തെറ്റല്ലേ കാണിക്കണത് അപ്പൊ നമ്മുടെ സമുദായങ്ങളോട്? So that's why I'm trying to say the Mar Mulakad should have sent a second letter with a request for a multi-country jurisdiction, but this time not just the support of the what do you call of the major Archbishop, but also the entire synod, or at least the majority of the synod. Once that letter was sent, then sending this what do you call this petition that has been signed by the diaspora Knanayites and others, that would have been helpful. But just by itself, that's what I'm trying to say. There are certain things that should have been done, but again, we can all say this should have been, could have been done. I just wish there are lessons to be learned, and if one comes back and says, we're sorry, we cannot guarantee this extension, then again people are going to be disappointed. So the groundwork has to be done properly. There has to be a better strategy, and for that I believe it is important to also include in these meetings people who oppose certain views from the Kottayam Archparchy, and get them into conference, take their things, their oppositions into consideration, and then use strategy. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ വിത്ത് ഡോക്യുമെന്റ്സ് എവിഡൻസോട് കൂടി വീണ്ടും ഞാൻ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് 1/11/2024 ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് പ്രോ പ്രൊട്ടോസിഞ്ചിലൂസ് എന്ന് പറയുന്ന ഒരു ലെറ്ററിലൂടെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അവർ പോയിരുന്നു, കണ്ടിരുന്നു, സമയം കിട്ടിയിരുന്നു, 1.5 മണിക്കൂർ അവർ സംസാരിച്ചു എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണ് ഇതിനകത്തൂടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തും പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം ഇതിനപ്പുറമായിട്ട് നമുക്ക് വേറെ ഒന്നും പ്രതീക്ഷിക്കാനുമില്ല. ഇനി KCC വേറെ എന്ത് ലെറ്റർ കൊണ്ട് വന്നെന്ന് പറഞ്ഞാലും, അപരാധശി കൂടി എന്ത് ലെറ്റർ കൊണ്ട് വന്നെന്ന് പറഞ്ഞാലും അതൊന്നും ആൾക്കാർക്ക് മുഖവിലേക്ക് എടുക്കാൻ പറ്റുകയില്ല. നമ്മൾക്ക് സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു റിസൾട്ട് ഇതിനകത്തൂടെ വരികയില്ല. ഇങ്ങനെ പല സർക്കുലർ വിട്ടിട്ട് എന്താണ് കാര്യം? പല ലെറ്ററുകൾ ഇറക്കിയിട്ട് എന്താണ് കാര്യം? No, I agree with some of those concerns. But one thing that stood out to me that I thought was very funny was that the secretary from KCC said, or at least I was told, he stated that they also saw Mar Papa, or the Holy Father. Okay, so when we were in Rome, we also saw the Holy Father, but he did not see us, because there was this on Wednesdays in the morning. There is this big what do you call meeting where
the Holy Father sees everyone. So you can stand, did you see the Holy Father? Absolutely, we saw the Holy Father. Did he see us? Not in a million years. So that kind of message was a bit deceiving, is what I thought. Now, did they see the Yeah. Holy See? Yes, that's the difference. Yes, they did see there were some photos that was published. But did they see the Holy Father? They saw, but it was not for submitting those petitions. So that should be clarified by the Secretary for KCC, I think. തീർച്ചയായിട്ടും. കാരണം KCC നേതൃത്വം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സമുദായ സംഘടനയാണ്. ആ സമുദായ സംഘടനയെ നമ്മളെല്ലാവരും ആ രീതിയിൽ കാണുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ അത്രമാത്രമുള്ള ഒരു രീതിയിലുള്ള റിസൾട്ട് അല്ല മറ്റുള്ളവരെ കാണുന്നതും അവർക്ക് കൊടുക്കുന്നതും. അതാണ് അതിനകത്തുള്ളൊരു വിഷയം. പ്രത്യേകിച്ച് നമ്മൾ വിദേശത്തുള്ളവർ, നമുക്ക് ഒരു പ്രൊഫഷണലിസം ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു ക്വാളിറ്റിയിലൂടെ അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് അല്ല അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു പ്രൊഫഷണലിസം അതിനകത്ത് കൂടുതലായിട്ട് വരികയും അതിനൊരു ഇമ്പോർട്ടന്റ് മനസ്സിലാക്കുകയും ഇപ്പോഴത്തെ കാലം പണ്ടത്തെ കാലം പോലെയല്ല, കൂടുതൽ ജെന്യൂനിറ്റി ആയിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് എത്രമാത്രം നമുക്ക് ഡീപ്പായിട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റുമോ, ഫ്രണ്ട്ലി ആകാൻ പറ്റുമോ, അതാണ് റിസൾട്ട് കിട്ടുന്നതെന്നും ഒക്കെ ഉള്ള ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ KCC ജനങ്ങളുടെ ഇടയിൽ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ വേറൊരു രീതിയിലൂടെ സ്റ്റേറ്റ്മെന്റ് ഇറക്കുക, അല്ലെങ്കിൽ പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റിനെ സപ്പോർട്ട് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ഇറക്കുക. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ആരും ആയിക്കോട്ടെ, ഒരു സമുദായ അംഗങ്ങൾ അവരുടെ കാഴ്ചപ്പാടുകൾ തുറന്ന് പറയുമ്പോൾ അവനെതിരെ ക്രൂശിക്കുക, അല്ലെങ്കിൽ അവരെ തുറകിലടയ്ക്കുക, അവനെതിരെ കേസ് കൊടുക്കുക, അപ്പൊ അല്ലെങ്കിൽ അവന്റെ മക്കളുടെ കൂതാശകൾക്ക് വേണ്ടി അവരെ കഷ്ടപ്പെടുത്തുക, അതല്ല വേണ്ടത്. സഭ എന്ന് പറയുന്നതും സംഘടനയും നമ്മുടെ എല്ലാവരുടെയും കൂടിയാണ്. സഭ നമ്മുടെ എല്ലാവരുടെയാണ്, സമുദായം നമ്മുടെ എല്ലാവരുടെയാണ്. അല്ലാതെ വെളുത്തവന്റെയോ കറുത്തവന്റെയോ അല്ലെങ്കിൽ വെള്ള ഷർട്ട് ഇട്ടവന്റെയോ ലുങ്കി കൊടുത്തവന്റെയോ അങ്ങനെയുള്ളവരുടെയും കോട്ടിട്ടവരുടെയോ അങ്ങനെയുള്ളവരുടെ മാത്രമല്ല, എല്ലാവരുടെയാണ് സഭയും സമുദായവും എല്ലാം. ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ മുൻനിരയിലുള്ള ആൾക്കാരുടെ ഇടയിലും വരേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. No, I fully agree. But I also want to make one thing. In my interaction with Mar Mulakad, while he was at Rome, while he was here in the US, and then my own interaction, we had a second meeting on the 16th of June 2019 with the then prefect and the undersecretary for the Oriental congregation here in Chicago, and the two bishops from Chicago was in those meetings. I've always seen or I've taken the thought process that Mar Mulakad is doing things with a good intention, but it appears that because there is a lack of clarity on what is happening, people are suspecting him that he's out to destroy the what do you call the Kottayam diocese. I have not ever thought that he is ever thinking of destroying it. He is doing things, but he has not brought people into confidence. He needs to be diplomatic. He needs to, when he comes to say UK or Rome or the US, meet with the common people and interact with them, and that way people will have more confidence. അതിന്റെ മിസ്റ്റർ പോട്ടൂർ, അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞാല്, ഇവരിപ്പോ റോമിൽ പോയപ്പോ നമ്മുടെ നല്ലൊരു ശതമാനം ആൾക്കാർ 10-38 വർഷമായിട്ട് അവിടെ ഉള്ള നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയുമായിട്ട് ഇവരെല്ലാവരും ഇന്ററാക്ട് ചെയ്യാൻ അവർ ശ്രമിക്കണമായിരുന്നു. ഒരു പർട്ടിക്കുലർ 4-5 പേരല്ല, ബിഷപ്പും അച്ഛനും KCCക്കാരും എല്ലാവരും പോയി അവിടെ അവരെ ഒരു പൊതുയോഗം വിളിച്ച് നിങ്ങളുടെ എന്താണ് പ്രശ്നം, നമുക്ക് ചർച്ച ചെയ്യാം, പരിഹരിക്കാം, പ്രശ്നങ്ങളെല്ലാം വരും, പക്ഷെ ആ പ്രശ്നങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു അപ്രോച്ചിലേക്ക് പോയിട്ടില്ല. അത് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, ഫേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ വാസ്തവം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്. I agree with you. That was a missed opportunity. Effort should have been made to meet with the members of the what do you call Rome Knanayites, and hear their concerns, and then come into some kind of an amicable solution. And that was a big missed opportunity. And I just wish that Mar Mulakad had better advisors, if he does have the advisors, so that he's not just hearing one viewpoint, but is hearing viewpoint from the common man. So yes, I concur with you on that. I agree with you completely. അതാണ് നമ്മുടെ കുന്നേശ്വരി പിതാവിനോട് ക്നാനക്കാർക്ക് എല്ലാവർക്കും തന്നെ ഒരു ആദരവും സ്നേഹവും ഉണ്ടായിരുന്നു. കാരണം എവിടെ പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളിലേക്ക് നടുക്കോട്ട് ഇറങ്ങി നിന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ഒരു വില്ലിങ്നെസ്
കുന്നശ്ശേരി പിതാവിനുണ്ടായിരുന്നു. പല അവസരങ്ങളിലും ഞാൻ പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് നേരിട്ട്. വർഷങ്ങൾക്ക് മുമ്പ് നീണ്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായ വിഷയം ഉണ്ടായപ്പോഴത്തേക്കും കുന്നശ്ശേരി പിതാവ് നേരിട്ട് വന്ന് അത് അപ്രോച്ച് ചെയ്ത ആൾക്കാരോട് അപ്രോച്ച് ചെയ്ത് തന്നെ അമിക്കബിളായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തിയിരുന്നു എന്ന് ഞാൻ അന്ന് കുഞ്ഞായിരുന്നു എങ്കിലും ഞാനത് മനസ്സിലാക്കിയായിരുന്നു ആ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇറ്റലിയിൽ തന്നെയല്ല, ഇപ്പോൾ നീണ്ടൂർ പള്ളിയിലുള്ള വിഷയങ്ങൾ അതുപോലെ പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റാത്തത് ഇങ്ങനൊരു അപ്രോച്ച് ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. So there's an old English expression, failing to plan is planning to fail. You have to meticulously plan and then execute it. And I don't see a very good planning being done from the Archbishop of Kottayam, especially with members of the diaspora. അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ എത്ര സ്ഥലത്ത് ഇപ്പൊ സമുദായ അംഗങ്ങളുമായി ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട്, എങ്ങുമില്ല. അതുപോലെ തന്നെ നമ്മുടെ പള്ളികളിലോ നമ്മുടെ വിദേശത്തോ നമ്മുടെ സമുദായത്തെക്കുറിച്ച് സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ ഒരു വൈദികർക്കും ഇപ്പോൾ താല്പര്യമില്ല. സമുദായത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല, സഭയെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അവിടെയാണ് വലിയൊരു തെറ്റ്. അതൊരു വലിയ വിടവ് തന്നെയാണ്. നമ്മുടെ അടുത്ത ജനറേഷനിൽ എന്താണ് സമുദായം, നമ്മുടെ ക്നാനായ സമുദായത്തെക്കുറിച്ച് നെക്സ്റ്റ് ജനറേഷനെ കുറിച്ച് ആരൊക്കെ എവിടെയൊക്കെ പറയുന്നുണ്ട്, എത്ര സ്ഥലത്ത് പറയുന്നുണ്ട്? വളരെ കുറവാണ്, പറയുന്നില്ല. ഞായറാഴ്ചകളിലുള്ള പള്ളികളിലെ പ്രസംഗത്തിനെ കുറിച്ച് സമുദായത്തെക്കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല, പറയുന്നില്ല. സമുദായത്തെക്കുറിച്ച് പാടെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും. നമ്മുടെ ബെസ്റ്റ് എക്സാമ്പിൾ പോലെ തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ പാഴ്സി കമ്മ്യൂണിറ്റി. അത് നമ്മളെ പോലെ തന്നെ എൻഡോഗമി പോലെ തന്നെയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് പാഴ്സി കമ്മ്യൂണിറ്റി. അവർ നമ്മുടെ ആ ഉള്ളിലുള്ള ആൾക്കാരെ അവരുടെ ആ കമ്മ്യൂണിറ്റിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ആ പാഴ്സി കമ്മ്യൂണിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ഈ വിഷയങ്ങൾ പറഞ്ഞാലും തീരത്തില്ല. നമ്മുടെ ഒരു മെയിൻ കൺസേൺ അല്ലെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ, ഈ ഒപ്പുശേഖരണം നടത്തി റോമിൽ പോയി അപേക്ഷ കൊടുത്തതിൻ്റെ ഒരു ഫലം നമുക്കുണ്ടാകട്ടെ. ഫൈനലായിട്ട് ഡോക്ടർ കണ്ടത്തിൽ പറയും ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ്. നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ആൾക്കാരുടെ ഇടയിലെ കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ കൺഫ്യൂഷൻ മാറ്റുകയും നമ്മളോട് എതിർപ്പ് പറയുകയും വിയോജിപ്പ് പറയുകയും എല്ലാവരുടെയും വിയോജിപ്പുകൾ കേൾക്കണം. ആശയപരമായ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആത്യന്തികമായി നമ്മളെല്ലാവരും ജ്ഞാനായക്കാർ തന്നെയാണ്. നമ്മൾക്ക് എല്ലാവർക്കും സഭയും വേണം, സമുദായം വേണം. വിദേശത്താണെങ്കിൽ പോലും നമ്മുടെ സമുദായം നിലനിൽക്കണം. ഒരിക്കലും ഒരു ജ്ഞാനായക്കാരനും ആഗ്രഹിക്കുന്നില്ല വിദേശത്തുള്ള സീറോ മലബാർ സംവിധാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അത് ആ രീതിയിലല്ല അത് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നമ്മുടെ സംവിധാനം ഉണ്ടാക്കേണ്ടത്. നമ്മുടെ ജ്ഞാനായക്കാരെ ചേർത്ത് നിർത്തി അതിനുള്ളിലുള്ള എന്ത് സംവിധാനം ചെയ്യാൻ പറ്റുമോ അത് വീണ്ടും ചിന്തിക്കുക, അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തുക, നമ്മുടെ നിയമസംഗ്രഹത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക, നമ്മുടെ കോടതിയിൽ കൊടുത്തിരിക്കുന്ന തെറ്റായ അഫിഡവിറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുക. അങ്ങനെയുള്ള കൺസ്ട്രക്റ്റീവായ കാര്യങ്ങൾ നടത്തി നമ്മുടെ സമുദായ അംഗങ്ങളെ കൂടുതൽ വിശ്വാസത്തിലെടുത്ത് വൈദികരും ബിഷപ്പും അൽമായരും എല്ലാവരും തമ്മിലുള്ള ആ ഒരു വിടവ് മാറ്റി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹവും പറയാനുള്ളത്. ഇപ്പോൾ അപ്പോൾ സൈന്തികയാണ് ഡോക്ടർ പോട്ടൂർ, ഈ ഒരു അവസരത്തിൽ കൺക്ലൂഷനായിട്ട് എന്താണ് പറയാനുള്ളത്? Yeah, so I won't repeat majority of the things. I do concur with Mr. Kandathil, and I do take this opportunity to thank Knanaya Pathram and especially you, Mr. Kalladan, to host this very robust discussion on a very, very important concern and point that is currently being discussed amongst the various Knanayites globally. With that said, I hope and I pray that there will be some positive outcomes. I do have my reservations and concerns whether that will be implemented, meaning global multi-country jurisdiction, as long as the 1986 rescript remains in play. Once that has been suppressed or made invalid by the Holy Father, the second step should be a communication or a petition from Mar Mulakada to the Holy See with the support of the Synod and with the support of the Major Archbishop, just as was done way back in
2017, August 29th. Once these two are done, meaning the 86 script is suppressed and an official petition is made by Mar Mullakat, then I think we could see some positive, things going on. And once that happens, even if it is as created as an exarchate or apostolic visitor for multiple countries, just as Stephen Cherpanath has multi-country jurisdiction in Europe, just as the new Archbishop, Syro-Malabar Archbishop has multi-country jurisdiction in Australia, in in New Zealand, and I'm missing one other place, or like the patriarchs of the Melkite and the Maronite Church have multi-country jurisdiction. I think it is appropriate, but again, the 86 script has to be reversed. And is there grounds for that? Absolutely. The Kundasheri did not approach that in the right manner in my study and in my communications. And in my communication with very eminent canonist, has the church in the past suppressed and reversed rescripts? Absolutely. Can this be done? Absolutely. And so with that, I want to again thank both of you for this very robust discussion. So thank you. ഇത്ര നേരം ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്ന വിഷയങ്ങൾ നമ്മൾ ഇത് തീരുന്നില്ല, കാരണം തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ അപ്നാദേശത്തിൽ കൂടെ KCC ഒഫീഷ്യലായിട്ട് വിടുന്നതാണ്. അത് നമുക്ക് കണ്ടു കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ഇതിനെപ്പറ്റി ഡിസ്കഷൻ, അന്നേരം ആ സമയത്ത് ക്ലാരിഫിക്കേഷൻ അല്ല അല്ലെങ്കിൽ കൺഫ്യൂഷൻ വീണ്ടും നിലനിൽക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ വീണ്ടും ഡിസ്കഷനിലേക്ക് വരാം. നമ്മുടെ കൂടെ ഇത്ര നേരം കൂടിയിരുന്ന ഡോക്ടർ സ്റ്റീഫൻ പോട്ടൂർ ഫ്രം ഡാളസും അതുപോലെ സിബി കണ്ടത്തിൽ UKCC പ്രസിഡന്റ് ഫ്രം UK നിന്ന് കൂടിയതിന് അവർ രണ്ടുപേരോടും നന്ദി പറഞ്ഞിട്ട് നന്ദി, നമസ്കാരം, നിർത്തുന്നു. ജ്ഞാനായ സമുദായത്തിലെ മാധ്യമങ്ങൾക്ക് പുനർവിചിന്തനത്തിന് വഴിയൊരുക്കുകയും തത്സമയ സംപ്രേഷണം HD മികവിലേക്ക് മാറ്റുവാൻ മറ്റു മാധ്യമങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്ത നിങ്ങളുടെ സ്വന്തം ജ്ഞാനായ പത്രം. ലോകത്തിലുള്ള എല്ലാ ജ്ഞാനായക്കാർക്കും വേണ്ടിയുള്ള വെബ് ആപ്ലിക്കേഷൻ knanaya.community.org. കുടുംബചരിത്രം മാഞ്ഞുപോകാതെ നിങ്ങളുടെ കുടുംബ വംശാവലി രേഖപ്പെടുത്തുവാനുള്ള ഒരു സ്ഥലം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഫാമിലി ട്രീ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കാത്തുസൂക്ഷിക്കും. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കുടുംബ ചരിത്രം എഴുതാൻ തുടങ്ങും.